നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇറാനിലെ ഇസ്രായേൽ ആക്രമണത്തെ പ്രചരണ വിഷയമാക്കാൻ CPM 3 ദിവസത്തെ പ്രചരണ പരിപാടിക്കായി നിലമ്പൂരിലേക്ക് പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഇസ്രായേലിനെതിരെ നടത്തിയ പരാമർശം ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇസ്രായേൽ എല്ലാ കാലത്തും തെമ്മാടി രാഷ്ട്രമാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. ലോകസമാധാനം നശിപ്പിക്കുന്ന നടപടിയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. നിലമ്പൂർ മണ്ഡലത്തിലെ ഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഇസ്രായേൽ വിമർശനമെന്നാണ് സൂചന. മുഖ്യമന്ത്രിക്ക് പിന്നാലെ CPM ജനറൽ സെക്രട്ടറിയും ഇസ്രായേലിനെ വിമർശിച്ചു രംഗത്തെത്തി. ഇതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ ആസൂത്രിത വിമർശനത്തിനാണ് CPM ശ്രമിക്കുന്നതെന്ന് ഒന്നുകൂടി വ്യക്തമായി. ഇസ്രായേൽ ലോക ഭീകരനായി മാറുന്നു എന്നാണ് MA ബേബിയുടെ വിമർശനം. ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണം ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കാവുന്ന ആക്രമണമാണ്. ഇത് ലോക സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും. പാലസ്തീനിലെ ഗാസയിൽ നടക്കുന്നത് കൂട്ടക്കുരുതിയാണ്. ഇറാനെതിരായ ആക്രമണത്തെ CPM ശക്തമായി അപലപിക്കുന്നു. ഇസ്രായേൽ ലോക ഭീകരനായി മാറുകയാണ്, MA ബേബി പ്രതികരിച്ചു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനു വേണ്ടി കേരളത്തിൽ എത്തിയപ്പോഴാണ് ബേബിയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാലസ്തീൻ അനുകൂല പ്രകടനങ്ങളും ഐക്യദാർഢ്യ റാലികളുമായി വിപുലമായ പ്രചരണം അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഗാസ മുനമ്പിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് CPMന്റെ പാലസ്തീൻ അനുകൂല നിലപാടെന്നും വിമർശനം ഉയർന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാലസ്തീനു വേണ്ടിയുള്ള പ്രകടനങ്ങളും പരിപാടികളും മാറ്റിവെച്ച CPM ഗാസയിൽ കുട്ടികൾ അടക്കം നിരവധി പേർ കൊല ചെയ്യപ്പെട്ടപ്പോഴും പ്രതിഷേധം പ്രസ്താവനകളിൽ ഒതുക്കി. അഖിലേന്ത്യാ നേതൃത്വം പുറപ്പെടുവിച്ച പ്രസ്താവനകൾ പങ്കുവച്ചതല്ലാതെ കേരള നേതൃത്വം സ്വന്തം നിലയിൽ പ്രസ്താവന പോലും ഇറക്കിയില്ല. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വെച്ച് CPM വീണ്ടും ഇസ്രായേൽ വിമർശനം കടുപ്പിക്കുകയാണ്. ഇതിന് ഇറാൻ ആക്രമണം അവസരമായെന്ന് മാത്രം. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയായി നിലനിർത്താനും CPM ശ്രമിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന UDFൽ ഉണ്ടാക്കിയിരുന്ന അതൃപ്തി മുതലെടുക്കുകയാണ് ഇതിലൂടെ CPM ലക്ഷ്യമിടുന്നത്. ഇതും ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ്. ഇറാനിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഇസ്രായേലിനെതിരെ നടത്തിയ വിമർശനം ഏറ്റെടുത്ത് കൂടുതൽ CPM നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട്. ഇസ്രായേൽ ലോക സമാധാനത്തിന് ഭീഷണിയായ ഭൂലോക റൌഡിയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. മുഖ്യമന്ത്രി ഇസ്രായേലിനെതിരെ നടത്തിയ വിമർശനത്തിന്റെ വീഡിയോ മണ്ഡലത്തിലെ CPM ഗ്രൂപ്പുകളിൽ സജീവമായി പ്രചരിക്കുന്നുണ്ട്. ഇസ്രായേൽ പണ്ടേ ലോകത്തെമ്മാടിയായിട്ടുള്ള രാഷ്ട്രമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോകത്ത് സാധാരണ നിലയിലുള്ള ഒരു മര്യാദയെ പാലിക്കേണ്ടതില്ലെന്ന നിലപാടാണ് അംഗീകരിച്ചു പോകുന്ന രാഷ്ട്രമാണ്. എന്തുമാകാം, അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപൂർണമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു. അത്യന്ത സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതാണ് ഇറാന് നേരെ നടത്തിയ ആക്രമണം. അത്തരമൊരു ആക്രമണത്തെ ന്യായീകരിക്കാനുമാവില്ല. അത് ലോക സമാധാനത്തിന് ഭീഷണിയായ അന്തരീക്ഷമാണ് ഉണ്ടാക്കുക. സമാധാന കക്ഷികൾ ഇതിനെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണം, മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ഇസ്രായേൽ സമാധാനത്തിനും ഭീഷണിയായ ഭൂലോക റൌഡി രാഷ്ട്രമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു. സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് മന്ത്രി ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിച്ചുള്ള അഭിപ്രായം പങ്കുവച്ചത്. ഇസ്രായേൽ സമാധാനത്തിന് ഭീഷണിയായ ഭൂലോക റൌഡി ഇറാന് നേരെയുള്ള കടന്നാക്രമണം പ്രതിഷേധാർഹം എന്നാണ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത്.